റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ആരംഭ റസൂലിന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ ഈ സമുദായത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണ്? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താണ്? മൻ അഹബ്ബ ഫാത്തിമ, ആരാണോ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്നത്, അഹബ്ബനീ, അവർ എന്നെ സ്നേഹിച്ചിരിക്കുകയാണ്. വമൻ അബ്ഗള ഫാത്തിമ, ആരാണോ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് കോപം പ്രകടിപ്പിക്കുന്നത്, അബ്ഗളനീ, അവർ എന്നോട് കോപം കാണിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, പ്രിയപ്പെട്ടവരെ, അത്രത്തോളം പുന്നാര ഹബീബ് സ്നേഹിച്ച പൊന്നുമോളാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസമെന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഖദീജ എനിക്ക് ഫാത്തിമയെ തന്ന ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഖദീജ ബീവി, എൻ്റെ തണലായ ഖദീജ, എൻ്റെ മനസ്സിൻ്റെ പ്രാണേശ്വരിയായ ഖദീജ, എൻ്റെ മനസ്സിൻ്റെ തണലായ ഖദീജ, എൻ്റെ മനസ്സിൻ്റെ സമാധാനമായ ഖദീജ, മക്കയിലെ ഹുവൈലിദിന്റെ ഏറ്റവും വലിയ സമ്പന്ന രാജകുമാരനായ ഹുവൈലിദിന്റെ പൊന്നുമോള് ഖദീജ, എൻ്റെ പ്രിയപ്പെട്ട ഖദീജ എനിക്ക് ഫാത്തിമയെ തന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിവസമെന്ന് മുത്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒരുപാട് ജീവിതത്തിലെ ദുനിയാവിൽ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ച പെണ്ണാണ്. ഒരുപാട് ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കഴിഞ്ഞു പോയ മഹദിയാണ് മഹദിയായ ഫാത്തിമ. എത്രയോ ദിവസമാണ് പട്ടിണി കിടന്നത്, എത്രയോ ദിവസമാണ് ആഹാരമില്ലാതെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ജീവിച്ചത്. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പുതുമാപ്പിളയായിട്ട് അല്ലാഹു തീരുമാനിച്ചതാരെയാ? ഒരുപാട് പരീക്ഷണത്തിലൂടെ കുടുംബജീവിതം നയിച്ച മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്ര സഹാബത്ത് വന്ന് ചോദിച്ചതാണ്, എത്ര സമ്പന്ന രാജകുമാരന്മാര് വന്ന് ചോദിച്ചതാണ്, നബിയേ, അങ്ങയുടെ പൊന്നുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ എനിക്ക് തരുമോ റസൂലേ? കഷ്ടപ്പെടുത്തൂല നബിയേ, പ്രയാസപ്പെടുത്തൂല റസൂലേ, പട്ടിണിക്കിടൂല നബിയേ, ഒരു രാജകുമാരിയെ പോലെ വാഴിക്കാം നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകളാണ് പുന്നാര ഹബീബിന്റെ പൊന്നുമോള് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ചോദിച്ചു. ഇൽമുള്ളവളായിരുന്നല്ലോ, അദബുള്ള പെണ്ണായിരുന്നല്ലോ, അഴകുള്ള പെണ്ണായിരുന്നല്ലോ, അറിവുള്ള പെണ്ണായിരുന്നല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവരോടെല്ലാം പറഞ്ഞത് എന്താണ്? പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോടെല്ലാം പറഞ്ഞത് എന്താണ്? നിങ്ങൾ കാത്തിരിക്കണേ, എൻ്റെ ഫാത്തിമയെ ആരാണ് കല്യാണം കഴിക്കുന്നത്? എൻ്റെ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ആരാണ് കല്യാണം കഴിക്കുന്നതെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിക്കട്ടെ എന്ന് മുത്തു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയാണ്. അത്രത്തോളം സൗന്ദര്യമുള്ളവളായിരുന്നല്ലോ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ചുണ്ടിൽ ലിഫ്റ്റിക്ക് പുരട്ടാതെ സൗന്ദര്യം കൊടുത്ത ഫാത്തിമ, ക്യൂടെക്സ് പുരട്ടാതെ
പുരട്ടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യം കൊടുത്ത ഫാത്തിമ സൗന്ദര്യവർദ്ധന വസ്തുക്കളൊന്നും മുഖത്ത് പുരട്ടാതെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൗന്ദര്യം കൊടുത്ത ഫാത്തിമ റളിയല്ലാഹു അൻഹാ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എല്ലാവരോടും പറഞ്ഞത് എന്താണ്? എൻ്റെ ഫാത്തിമയുടെ ഭർത്താവ് ആരാണെന്ന്, എൻ്റെ ഫാത്തിമയുടെ പുതുമാപ്പള ആരാണെന്ന് അല്ലാഹു തീരുമാനിക്കട്ടെ. അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുതുമാപ്പളയായിട്ട് അല്ലാഹു തീരുമാനിച്ചത് ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ വക്കിൽ കഴിഞ്ഞു പോയ മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. പുന്നാര ഹബീബ് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സഹാബ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിൽ ആ പട്ടണത്തിന്റെ കവാടം എന്ന് പറയുന്നത് അത് അലി റളിയല്ലാഹു അൻഹു ആണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പൊന്നുമോളെ മുമ്പിലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മോളെ, നിനക്ക് വേണ്ടി നിന്റെ പുതുമാപ്പിളയായിട്ട് വാപ്പച്ചി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് മഹാനായ അലി റളിയല്ലാഹു അൻഹു ആണ്. പൊന്നുമോളെ അഭിപ്രായം എന്താണ്? അങ്ങനെയാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് പെൺമക്കളുള്ളവർ ശ്രദ്ധിക്കണം, നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് വേണ്ടിയിട്ട് പുതുമാപ്പിളയെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നവരെ തന്നെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നൊരു നിബന്ധനയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പിന്നെയോ, നിന്റെ പൊന്നുമോളോട് ചോദിക്കണം, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം. അങ്ങനെ പൊന്നുമോള് പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ അവിടെ പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വാപ്പാക്ക് അനുവാദം ഇസ്ലാം കൊടുക്കുന്നുള്ളൂ. പൊന്നുമോള് പറയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വാപ്പ എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് അവസാനിപ്പിക്കണം ആ ബന്ധം. കാരണം ഞാൻ പറയുന്നവരെ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറയുന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ടവരെ വേണം അവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെ പറയുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ന് ചെറുപ്പക്കാരെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ പൂർണ്ണമായിട്ടും അന്വേഷിച്ച് അവൻ്റെ സ്വഭാവത്തെ അളന്നിട്ട് വേണം നിങ്ങൾ സമ്മതം കൊടുക്കാൻ. അല്ലെങ്കിൽ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കും. പിന്നെ അവരോട് ചോദിക്കണം, മോളെ നിനക്ക് ഇഷ്ടമായോ? നല്ല ബന്ധമാണ്, ദീനുള്ളവനാണ്, സൗന്ദര്യമുള്ളവനാണ്, നല്ല കുടുംബമാണ്, നിങ്ങൾ തമ്മിൽ നല്ല യോജിപ്പായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല, വാപ്പ അന്വേഷിച്ചു, കുഴപ്പമൊന്നുമില്ല, നിന്റെ അഭിപ്രായം എന്താണ്? മക്കളോട് ചോദിക്കണം. മക്കള് പറയുന്നു ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ മാത്രമേ പിന്നീട് ആ ബന്ധവുമായിട്ട് നിനക്ക് ആലോചിക്കാനുള്ള അനുവാദമുള്ളൂ. നിന്റെ പൊന്നുമോള് പറയാണ് ഇഷ്ടപ്പെട്ടില്ല വാപ്പിച്ചി എന്ന് പറഞ്ഞാൽ പിന്നെ ആ ബന്ധം തീരുമാനിക്കാൻ പാടില്ല. ഇസ്ലാം അതിന് പ്രോത്സാഹനം കൊടുക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ അഭിപ്രായം എന്താണ്? പൊന്നുമോളെ, അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിനക്കിഷ്ടമായോ ഫാത്തിമ എന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോൾ നാണം കുണുങ്ങിയ ചിരിയുമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുപ്പാ, എനിക്കിഷ്ടമായി ഉപ്പാ, അൽഹംദുലില്ലാഹ്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അങ്ങനൊരു തീരുമാനമെടുക്കാനുള്ള കാരണം എന്തേ പ്രിയപ്പെട്ടവരെ? ഇൽമുള്ളവനാണല്ലോ, അറിവുള്ളവനാണല്ലോ. ഏറ്റവും നല്ല അറിവിന്റെ പ്രകാശമാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. പക്ഷേ ഒരുപാട് ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ ജീവിച്ച സ്വഹാബിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എത്രയോ ദിവസം ഫാത്തിമ ബീവിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും വീട്ടില് അടുപ്പിൽ പുകയില്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവേ, അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമില്ല. എത്രയോ ദിവസം പട്ടിണി കിടന്നിരുന്നു പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലുകയാണ്. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിന്റെ ഒരു ഭാഗത്ത് തളർന്നു കിടക്കുകയാണ്. ആരംഭ റസൂൽ ചെല്ലുകയാണ്. പൊന്നുമോളെ താങ്ങിയെടുക്കുകയാണ്. ആരംഭ റസൂലിന്റെ മടിയിലേക്ക് കിടത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, പൊന്നുമോളെ എന്തു പറ്റി പൊന്നുമോളെ, എന്തു പറ്റി പൊന്നുമോളെ എന്ന് ചോദിക്കുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉപ്പാ എത്രയോ ദിവസമായിപ്പാ ഭക്ഷണം കഴിച്ചിട്ട്, എത്രയോ ദിവസമായിപ്പാ പട്ടിണി കിടന്നിട്ട് അവസാനം എൻ്റെ ശരീരം തളർന്നു പോയിപ്പാ. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ കണ്ണീര് തുടച്ചു കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂൽ പ്രിയപ്പെട്ട പൊന്നുമോളോട് പറഞ്ഞതെന്താണ്? എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, ഈ ദുനിയാവിലെ താൽക്കാലിക സുഖ സൗകര്യങ്ങളെക്കാളും നാളെ പരലോകത്തിന്റെ ശാശ്വതമായ സൗഭാഗ്യങ്ങളാണ് നമുക്ക് വലുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ദിക്റുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, ഈ പ്രിയപ്പെട്ട ഉപ്പ നിനക്കൊരു ഇൽമു പറഞ്ഞു തരട്ടെ ഫാത്തിമ. നിന്റെ ജീവിതത്തിൽ നീ നിത്യമാക്കേണ്ടുന്നതായ ഒരു മനോഹരമായ ഒരു അറിവ്, മനോഹരമായ ഒരു ഇൽമു നിനക്ക് പറഞ്ഞു തരട്ടെ. പുന്നാര ഹബീബ് പറഞ്ഞു കൊടുക്കുന്നു, ഫാത്തിമ, നിന്റെ മനസ്സിന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നിന്റെ ദുഃഖങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നിന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുന്നതാണ്. മറന്നു പോകല്ലേ. എന്താണ് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്? ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുന്നു, പൊന്നുമോളെ, നീ ഉറങ്ങുന്നതിന് മുമ്പ്, എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണേ ഫാത്തിമ. 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണേ ഫാത്തിമ. 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറഞ്ഞ് കിടന്നുറങ്ങണേ ഫാത്തിമ. 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ. ഇത് നീ പറഞ്ഞു കിടന്നുറങ്ങിയാൽ നിന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, നീ കഷ്ടപ്പെടുന്നതിന് പരിഹാരമായിട്ട് അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് നിനക്ക് വലിയ സ്ഥാനം തരുന്നതിന് ഈ അദ്കാറുകൾ കാരണമാകുമെന്ന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്.